വലിയൊരു സൈബർ തട്ടിപ്പ് ശൃംഖലയെ തകർത്ത് ബംഗളൂരു പോലീസ്. ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് നടത്തിയത് 240 കോടി രൂപയുടെ തട്ടിപ്പാണ്. നേതൃത്വം നൽകിയത് അമ്മയും 22-കാരനായ മകനും. സാധാരണക്കാരുടെ പേരിൽ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കും ആദ്യം. അങ്ങനെയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഈ സംഘത്തിന്റെ പ്രധാന പരിപാടി. 22-കാരനായിട്ടുള്ള മുഹമ്മദ് ഉസൈഫ്, മാതാവ് ഷബാന അബ്ദുൽ ബാരി, ഇവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള 9 പേരും ഈ കേസിൽ പിടിയിലായിട്ടുണ്ട്. ഇതൊരു വലിയ ശൃംഖലയായിരുന്നു. സർക്കാർ ആശുപത്രികളിലെ ലേബർ വാർഡുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിലെത്തി സാധാരണക്കാരെ കണ്ടെത്തും. ഒപ്പം വിദ്യാർത്ഥികളെയും അവരെ സ്വാധീനിക്കും. അവരെ സ്വാധീനിച്ചാണ് പ്രവർത്തനം. 2000 രൂപ മുതൽ 5000 രൂപ വരെ ഇവർക്ക് കമ്മീഷൻ വാഗ്ദാനം ചെയ്യും. അങ്ങനെ ഇവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറപ്പിക്കും. ഈ അക്കൗണ്ട് ഉടമകളുടെ പാസ്ബുക്ക്, ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക്, സിം കാർഡ് എന്നിവയൊക്കെ പ്രതികൾ ഉപയോഗിക്കും. ഇതുവഴിയാണ് സൈബർ തട്ടിപ്പ് നടത്തി ലഭിച്ച പണം മുഴുവൻ കൈമാറ്റം നടത്തിയിരുന്നത്. പോലീസ് അങ്ങനെയാണ് പറയുന്നത്. പോലീസ് പറയുന്നു, ഈ ശൃംഖലയെ പിടികൂടുക എളുപ്പമായിരുന്നില്ല. കാരണം ഇവരുടെ കണ്ണി അത് വ്യാപിച്ചു കിടക്കുന്നു. എന്നാണെങ്കിലും വലിയൊരു ശൃംഖലയെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും അഭിമാനവും ബംഗളൂരു പോലീസ് പങ്കുവയ്ക്കും. In this case, 12 people have been arrested. 2 are from Bangalore, rest 10 are from outside state. In this, about 9,000 mule accounts are there all over the country. 1930 complaint had come to in Bangalore also. Along with that, many other places 1930 complaint is there against this particular app. Total amount as of now which the police have detected is around 240 crores, which has been freezed. Out of this, around 24 crores pertain to this particular case. In this connection, around 242 debit cards and 58 mobile phones and about 7 laptops, many passbooks, checkbooks and cryptocurrency book and SIM cards have been seized, totaling around 1 crore worth. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് ഉസൈഫാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ പ്രധാന ഏജന്റ് എന്നാണ് ബംഗളൂരു പോലീസിന്റെ കണ്ടെത്തൽ. 4200ഓളം അക്കൗണ്ടുകളാണ് ഇയാൾ നിയന്ത്രിച്ചിരുന്നത്രേ. പ്രതിവർഷം 25 ലക്ഷം രൂപയിലധികം ഇയാൾക്ക് ഇതുവഴി ലഭിച്ചിരുന്നു. ഈ അക്കൗണ്ടുകൾ കണ്ടെത്താനും അവ നിയന്ത്രിക്കാനും ഈ മകനെ സഹായിച്ചിരുന്നത് അമ്മയായ ഷബാനയായിരുന്നു. 2013 IPL ഒത്തുകളി വിവാദം, ആ കേസും അതെല്ലാവർക്കും അറിയാം. അതിലെ പ്രതിയാണ് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വാതുവെപ്പുകാരൻ പ്രേം തനേജ. ആ പ്രേം തനേജയാണ് ഈ സംഘത്തിന്റെ ബുദ്ധികേന്ദ്രമെന്ന് ബംഗളൂരു പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസ് ഇയാൾക്കായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 9000 അക്കൗണ്ടുകൾ വഴിയായി 240 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ തുകയെല്ലാം മരവിപ്പിക്കുകയും ചെയ്തു പോലീസ്. രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 864 സൈബർ ക്രൈം കേസുകളുമായി സംഘത്തിന് ബന്ധമുണ്ട് എന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 242 ഡെബിറ്റ് കാർഡുകൾ, 58 മൊബൈൽ ഫോണുകൾ, 531 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ, ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ ക്യാഷ്, 33 ചെക്ക് ബുക്ക്, 21 പാസ്ബുക്ക്, ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുടെ രേഖകൾ എന്നിങ്ങനെ പ്രതികളിൽ നിന്ന് വൻതോതിലുള്ള തൊണ്ടി മുതലുകളാണ് ഈ പോലീസ് സംഘം പിടിച്ചെടുത്തത്. ഡൽഹിയിൽ നിന്നും പിടിയിലായ 9 പ്രതികൾ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാനും ഡെബിറ്റ് കാർഡുകൾ വിദേശത്തേക്ക് കടത്താനും സഹായിച്ചതാണെന്നും പോലീസ് പറയുന്നു. One complainant who has invested in this is getting back his 94 lakh rupees also, because his direct account has been we have freezed and got it through legal clearance. This is a very serious case in which in the entire country many cases have been registered. So our team has to follow it up very seriously and find out as to how much the exact value is there.
As of now, the prime accused is in Dubai, as per our information. We are moving through legal ways how to get him back and see that the case is taken to its logical end. ദുബായിലുള്ള പ്രധാന പ്രതി പ്രേം തനേജയെ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ രാജ്യത്തെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആ ശ്രമം ആരംഭിച്ചുവെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. ഈ KYC മാനദണ്ഡങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്രയധികം അക്കൗണ്ടുകൾ കൈക്കലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.